എല്ലാവർക്കും നമസ്കാരം. എനിക്ക് പിന്നിൽ അലയടിച്ചുയരുന്ന ഒരു കടലുണ്ട്. പക്ഷെ ഈ കടലിനേക്കാൾ ശക്തിയിൽ അലയടിച്ചുയരുന്ന മലയാളികളുടെ മനസ്സിൽ അലയടിച്ചുയരുന്ന ഒരു സ്വപ്നമാണ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ്. നമുക്കറിയാൻ കഴിയും, വർക്കലയിൽ കഴിഞ്ഞു പോയ ഇനി വരാൻ പോകുന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും തീരദേശ മേഖലയിലെ വോട്ടുകൾ വളരെ നിർണായകമാണ്. വർക്കലയിൽ നിന്ന് ജയിച്ചിട്ടുള്ള എല്ലാ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് പിന്നിലും വർക്കല മേഖലയിലെ തീരദേശ മേഖലയിലെ നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ വോട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെന്നുള്ളത് വർക്കല തീരദേശ മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വർക്കല തീരദേശ മേഖലയിലെ സഹോദരങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ്. എന്താണ് അവരുടെ മനസ്സിലുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. എന്നാ പിന്നെ അങ്ങോട്ട് പോവുകയല്ലേ. അഡ്വക്കേറ്റ് വി ജോയി ആയിരിക്കും. ഇവിടെ ഇപ്പൊ ജോയിയെ വെല്ലണമെന്നുണ്ടെങ്കിൽ കകാറുണ്ടെങ്കിലേ നടക്കും. അടിപൊളിയാണ് എന്ന് പറയുന്നത് അടിപൊളി. അവൻ നിന്നാ ഏറ്റവും നല്ലതാണ്, വിജയമാണ്. ഉറപ്പ്. എത്ര ശതമാനം വിജയം? 100% ഉറപ്പ്. ജയിക്കും, ഉറപ്പായിട്ടും. ഉറപ്പാണ്. എത്ര ശതമാനം ഉറപ്പ്? 100% ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ആള് നല്ല പ്രവർത്തനത്തിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളും എല്ലാരും ആളെ സ്വാധീനവും എല്ലാം ഉള്ളത് കൊണ്ട് ഉറപ്പായിട്ട് ജയിക്കും. നമ്മുടെ വോട്ട് അദ്ദേഹത്തിന് തന്നെ. ഓ, ഉറപ്പ്. MLA കോൺഗ്രസിൽ ആര് നിന്നാലും ഇവിടെ ജയിക്കും. ആര് നിന്നാലെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ നിന്ന് പോയത് കഹാറ്. ഷാലിഫ് ഏറ്റവും ബെസ്റ്റാണ്. നമ്മളെ ഏരിയയിൽ കംപ്ലീറ്റ് അവന്റെ ഗ്രൂപ്പാണ്. നമ്മളെ അയൽവക്കം നല്ല കഴിവാണ്. ഉറപ്പാണ്. ഷാലിബിനെ മത്സരിക്കണം തന്നെ. ജയിക്കാൻ സാധ്യതയുണ്ട്. ഏതാണ്ട് 90% സാധ്യതയുണ്ട്. പുള്ളി ഇതിനു വേണ്ടി ഞങ്ങളോട് പ്രവർത്തിക്കുന്ന മത്സ്യത്തൊഴിലാളിയുടെ വകുപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് ഷാലിബ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് പറഞ്ഞത്? നല്ല വ്യക്തിയാണ്. സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ഞാൻ പിന്തുണയ്ക്കുന്നു. അപ്പൊ മറ്റുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്കൊന്നും സാധ്യതയില്ലെന്ന് പറഞ്ഞില്ലല്ലോ, ഞാൻ എന്റെ അഭിപ്രായമല്ലേ പറഞ്ഞു. അപ്പൊ താങ്കളുടെ അഭിപ്രായത്തിൽ പുത്തൂർ ഷാലിബ് ജയിക്കും എന്നൊരു ജയിക്കുന്നുള്ളതിന് എത്ര ശതമാനം ഉറപ്പുണ്ട്? എനിക്കൊരു 90% പുള്ളി നിന്ന് വിജയിക്കും എന്നുള്ളൊരു സാധ്യതയുണ്ട്. അപ്പൊ ഇമ്മ ചെയ്യുന്നത് ഒരു മത്സ്യത്തൊഴിലാളിയാണല്ലോ. ഈ മത്സ്യത്തൊഴിലാളിയായ പുത്തൂർ ഷാലിബ് എന്നാലും ജയിക്കുന്നു. ഷാലിബ് നിന്നാലും ജയിക്കും. അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അതിന് നല്ല അഭിപ്രായമാണ്. കഹാർക്ക നിന്നാലും ഷാലിബ് നിന്നാലും ആരും നിന്നാലും അവര് രണ്ടിലും ആരായിരുന്നാലും ജയിക്കും. ഇപ്പൊ എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഇത്രയും വർഷം കഹാർക്ക നിന്നതല്ലേ, ഇനി ഷാലിബിനെ നിർത്തണമെന്നാണ്. എന്നാലും കഹാർക്ക നിന്നാലും ജയിക്കും. ഷാലിബ് നിക്കണമെന്നാണ് നമ്മളെ ആഗ്രഹം. വെള്ളം കുടിക്കണോ? അമ്മച്ചി ഇത്തിയൊന്നും ഉണ്ടായിക്കണേ. എന്താണ് പേരെന്താണ്? എന്റെ പേര് ജാസ്മിനാണ്. നമ്മുടെ ഈ 2 മാസം കൂടെ കഴിയുമ്പോ MLA-യുടെ ഇലക്ഷൻ ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ഈ വർക്കലയിൽ ആര് MLA ആയിട്ട്? നമ്മളെ അഭിപ്രായം ഷാലിബ് വന്ന VS ഷാലിബ് വന്ന നല്ലതാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചു തീരുമ്പോ ഉത്തരം വരാൻ കാര്യം എന്താണ്? അല്ല, ആ വ്യക്തിയെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല അഭിപ്രായങ്ങളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്ത് തന്നിട്ടുണ്ടോ? നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്തിട്ടുള്ള സഹായങ്ങളെ ചെയ്തിട്ടുള്ളൂ. നല്ലൊരു വ്യക്തിയാണ്. ഏതൊരു കാര്യത്തിൽ നമ്മൾ ചെന്നാലും തിരിഞ്ഞു നിർത്താറില്ല. ആ കാര്യം ചെന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് അപ്പോഴേ സാധിച്ചു തരും. നല്ലൊരു മനുഷ്യനാണ്. ഞങ്ങൾക്ക് ഷാലിബ് ജയിക്കണമെന്നാണ് ആഗ്രഹം. 2 മാസം കൂടെ കഴിയുമ്പോൾ നമ്മുടെ വർക്കലയിൽ MLA ഇലക്ഷൻ വരെയും നമ്മുടെ വർക്കല മേഖലയിൽ ആർക്കായിരിക്കും ഇത്തവണ വിജയ സാധ്യത? ഏത് സ്ഥാനാർത്ഥി നമ്മളെ അടുത്ത് അങ്ങനെ ചോദിച്ചാൽ നമ്മളങ്ങനെ വലിയ രാഷ്ട്രീയക്കാരല്ല. പൊതുജനങ്ങളുടെ അഭിപ്രായം പൊതുജനങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉള്ള MLA നല്ലതല്ലേ, പുള്ളി വരണമെന്ന് തന്നെയാണ് ആഗ്രഹം. ജോയി പുള്ളിയല്ലേ ഇപ്പൊ നല്ല രീതിയിൽ ഇവിടെയൊക്കെ വികസനങ്ങൾ ഉണ്ടാക്കും. അദ്ദേഹം നല്ല വികസനം ഉണ്ടാക്കുന്നവർ വന്നാലല്ലേ നമുക്ക് സാധാരണക്കാർക്ക് ഉപയോഗമുള്ളൂ.
സ്ഥാനാർത്ഥിയായിട്ട് ആര് വരാനാണ് ആഗ്രഹിക്കുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്ന ശാലിബ് VS ശാലിബ് വരണമെന്ന്. അതെന്താണ് അങ്ങനെ ഒരു നല്ല ഒരു ജനപ്രതിനിധിയാണ്. ജനങ്ങളെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരു ആളാണ്. എപ്പോഴും ഏത് ആവശ്യത്തിന് വിളിച്ചാലും എത്തും. ഒരു കുടിവെള്ള പ്രശ്നമാവട്ടെ, ഒരു തർക്കമാവട്ടെ, ഒരു വഴിക്കേസാവട്ടെ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഏത് വിളിപ്പാടകലെയാണ്. അത്ര വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. നാട്ടിനായിട്ട് ജനസേവനം ഒന്നും പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ആ പുള്ളി വരണമെന്ന് തന്നെ നമ്മൾ അതിയായ ആഗ്രഹം. എന്റെ അഭിപ്രായം മെയിൻ സാലിവ് സാർ നിൽക്കുന്നതാണ് ഇഷ്ടം. കാരണം അങ്ങ് അവിടെ ബ്ലോക്കിൽ നിന്ന സമയത്ത് ഞാൻ പറഞ്ഞു മോൻ സുഖമായിട്ട് ജയിക്കുമെന്ന് പറഞ്ഞു. അതേപോലെ ജയിച്ചു. ഇപ്പൊ നെബിൻ വന്നപ്പോ നെബിന്റെ അടുത്തും പറഞ്ഞു. എന്നിട്ട് നെബിൻ പിന്നെ ഒരു ദിവസം പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഈ അഭിപ്രായം പറഞ്ഞിട്ട് പോയതല്ല, ആ ഇലക്ഷന്റെ കാര്യങ്ങളും പറഞ്ഞു പോയതല്ല, പിന്നെ വന്നിട്ടില്ല. ഇതെന്ന് പറയുന്നത് നമ്മളെപ്പോ വിളിച്ചാലും വിളിപ്പുറത്ത് വരുന്ന ആളാണ്. നിങ്ങളുടെ മനസ്സിൽ ഉള്ള സ്ഥാനാർത്ഥിയുടെ പേരെന്ന് പറയും ആരായിരിക്കും വർക്കലയിൽ MLA ആകാൻ സാധ്യത? അഡ്വക്കേറ്റ് വി ജോയ് ആയിരിക്കും. അല്ലാതെ വേറെ ഒരു മോഹങ്ങളുണ്ട്? എനിക്കാരെ അറിയത്തില്ല, എനിക്കാരെ അറിഞ്ഞൂടാ. കഴിയുമ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. നമ്മുടെ വർക്കലയിൽ ഏത് സ്ഥാനാർത്ഥി MLA ആയിട്ട് ഇരിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? അത് ഒരിക്കലും ഞാൻ പറയത്തില്ല. അയ്യോ അതെന്ത് പറയേണ്ട കാര്യമില്ല. അവര് നിർത്തും, പാർട്ടിക്കാർ നിർത്തും. അല്ല, നിങ്ങളൊരു മുതിർന്ന ഒരു പേഴ്സൺ അല്ല, ഞാൻ ഉണ്ടായാലും നിങ്ങൾ അറിയാവും. എന്നാലും നിങ്ങളുടെ ഒരു ആഗ്രഹം പറയാം. LDF മിക്കവാറും ജോയി ആവാനാ സാധ്യത. എന്റെ ഒരു വിശ്വാസമാണ്. കോൺഗ്രസിന് അതറിഞ്ഞൂടാ, അറിയില്ല. എന്താണ് പേരെന്താണ്? ശാമിതി. ഒരു 2 മാസം കൂടെ കഴിയുമ്പോൾ നമ്മുടെ വർക്കലയിൽ ഒരു തെരഞ്ഞെടുപ്പുണ്ട്, അറിയാലോ, അസംബ്ലി ഇലക്ഷൻ. ഇവിടെ വർക്കലയിൽ MLA സ്ഥാനാർത്ഥിയായിട്ട് ആര് വരാനാണ്? തീർച്ചയായിട്ടും നമ്മുടെ ശാലിബിക്ക വരണമെന്നാണ് ആഗ്രഹം. വെട്ടൂർ ശാലിബിനാണ്. അതെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉത്തരം? അയാള് നല്ലൊരു പൊതുപ്രവർത്തകനാണ്. ഒരു മുറുകാനൊക്കെ തിന്നണ്ടേ? പല്ലൊന്ന് കാണട്ടെ. പല്ല് കാണിക്കാൻ ഉത്സാഹിക്കണ്ട. ഓക്കെ, അപ്പൊ ഈ അടുത്ത ഇലക്ഷൻ MLA ഇലക്ഷനിൽ ആർക്ക് വോട്ട് ചെയ്യാനാണ് ആഗ്രഹം? ഇവിടെ ആര് നിന്നാലും കൊള്ളാം സ്ഥാനാർത്ഥിയായിട്ട് MLA ആവാൻ. എനിക്ക് ആരെയും പേരറിഞ്ഞൂടാ. എന്നാൽ ഇത് മത്സ്യത്തൊഴിലാളി മേഖലയല്ലേ? ഈ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിനിധിയായിട്ട് ഒരാളുണ്ട്, പേരറിയാമോ? എനിക്കറിഞ്ഞൂടാ. വെട്ടൂർ ശാലിബ്. ആളിനെയൊക്കെ അറിയാം, കണ്ടാൽ എല്ലാരെയും അറിയാം, പേരാരെയും അറിഞ്ഞൂടാ. ഈ ആരിവിടെ ജയിക്കണം അടുത്ത ഇലക്ഷനിൽ? ശാലിനെ ജയിക്കണം. നൂന്ന് നോക്കിയമ്മ അങ്ങോട്ട് നോക്കി. ശാലിനി ജയിക്കണം. അതിന് ഈ നാട്ടുകാരെല്ലാരും കൂടെ സഹായിക്കണം. എന്താണ് പറയാനുള്ളത്? എനിക്ക് 9ാം വാർഡിൽ എന്റെ മോൻ ഷാലിബ് നിന്ന് ഭൂരിപക്ഷത്തോട് ജയിക്കണമെന്ന് ഒരാഗ്രഹം എന്റെ മനസ്സിലുണ്ട്. അതാണ് അങ്ങനെ ഒരു ആഗ്രഹം. ഞങ്ങൾ കഴിഞ്ഞ വർക്കിന് ഞങ്ങൾ എന്റെ മോന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചു. ഞങ്ങൾക്കത് കിട്ടാതെ പോയി. ഞങ്ങളപ്പോ കൈവെള്ളയിൽ വന്ന് ഞങ്ങൾക്കത് അതുകൊണ്ട് ഇനിയെങ്കിലും MLA സ്ഥാനാർത്ഥിയായിട്ട് ഷാലിബ് ജയിക്കണം. ഉറപ്പാണ്. നിങ്ങളെ വോട്ട് ഷാലിബിനാണ്? ഞങ്ങളെ വോട്ട് ഷാലിബിനാണ്. ഷാലിബിനല്ലാത്ത ഒരു വോട്ട് ഞങ്ങൾക്കില്ല. നമ്മളെ ബ്ലോക്ക് മെമ്പറായിരുന്നു. നമ്മളെ അവിടങ്ങളിലുള്ള എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ട് വരുന്ന ആളാണ്. നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. ഇത്തവണ MLA സ്ഥാനാർത്ഥിയായിട്ട് ഷാലിബ് ഉറപ്പാണ്, നല്ല ഉറപ്പാണ്. കാരണം നമ്മളെ മുമ്പുള്ള പ്രവൃത്തി നല്ല പ്രവൃത്തിയായിരുന്നു. അതുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇനിയും ചാൻസ്. ഓക്കെ, പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ നമ്മുടെ സഹോദരങ്ങളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞു. 3 പേരുകളാണ് നമ്മൾ തിരക്കിയപ്പോൾ ഇവിടെ കിട്ടിയത്. അത് നമ്മുടെ അഡ്വക്കേറ്റ് വി ജോയി, വർക്കല കഹാർ, പിന്നെ വെട്ടൂർ ഷാലിബ് എന്നൊരു പേര്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വെട്ടൂർ ഷാലിബ് എന്നൊരു പേരാണ്. അത് മുമ്പ് ഒന്നുകൂടെ പറയട്ടെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് തീരദേശ മേഖലയിലാണ്. ഈ തീരദേശ മേഖലയിൽ നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ഒക്കെ മനസ്സിൽ എന്താണ് എന്നാണ് ഞങ്ങൾ ചോദിച്ചത്. അതിന് ഉത്തരമാണ് അവർ തന്നത്. തീർച്ചയായിട്ടും അവർ ഈ വെട്ടൂർ ഷാലിബ് എന്ന പേര് പറഞ്ഞതിന് ഒരു കാരണമുണ്ട്. കാരണം നമുക്കറിയാൻ കഴിയും, നമ്മുടെ വർക്കലയിൽ 70% നമ്മുടെ മത്സ്യത്തൊഴിലാളികളാണ്, തീരദേശ മേഖലയിൽ ജീവിക്കുന്നവരാണ്. അത് മത്സ്യത്തൊഴിലാളി വിപണനം നടത്തുന്നവരുണ്ട്, നമ്മുടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുണ്ട്, പിന്നെ നമ്മുടെ ഈ മത്സ്യ കച്ചവടക്കാരുണ്ട്, ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുണ്ട്. അങ്ങനെ നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്ന് ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സംഘടിതമായിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് തന്നെയാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളി മേഖലയും അവിടുത്തെ വോട്ടുകളും. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ പ്രതിനിധിയായിട്ടാണ് ഈ വെട്ടൂർ ഷാലിബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവർ ഉയർത്തിക്കാട്ടുന്നത്. നമുക്ക് അതിനെ കാണാതിരിക്കാൻ നിവർത്തിയില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുന്നു. പിന്നെ ബാക്കിയെല്ലാം തീരുമാനിക്കുന്നത് പൊതുജനങ്ങളാണ്. ബാക്കി അന്തിമ തീരുമാനം പൊതുജനങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മളുടെ അന്വേഷണത്തിൽ നമ്മുടെ മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കളും തീരദേശ മേഖലയിൽ നെഞ്ചിലേറ്റുന്ന ഒരു പേര് വെട്ടൂർ ഷാലിബാണ്. ഈ ഒരു വിവരം നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് വർക്കലയിൽ നിന്നും ഇബ്രാഹിമിനൊപ്പം താഹർ മജീദ്.